Assalamu alaikum. Good morning to all. Welcome to the Max class. Before starting the class, let's say dua for knowledge. Rabbi Yasir, Wala tu'assir, Wa tammim bil khair, Wa biki nasta'inu, Ya fattahu, Rabbi sidni ilma. Rabbi sidni ilma, Rabbi sidni ilma. So in the last class, we discussed about addition of a unlike fractions. Today we are going to learn subtraction of unlike fractions. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ട് ഫ്രാക്ഷൻസിൻ്റെ അൺലൈക്ക് ഫ്രാക്ഷൻസിൻ്റെ അഡിഷനാണ് നമ്മൾ പഠിച്ചത്. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എന്താണ്? രണ്ട് അൺലൈക്ക് ഫ്രാക്ഷൻസിൻ്റെ സബ്ട്രാക്ഷനാണ്. സോ നമ്മൾ അഡിഷൻ ചെയ്തതുപോലെ തന്നെയാണ്, ആ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മൾ സബ്ട്രാക്ഷനും. ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? സബ്ട്രാക്ട് ചെയ്യുന്നു. അഡിഷൻ്റെ കേസിൽ എന്താണ്? ആഡ് ചെയ്യുന്നു. സബ്ട്രാക്ഷൻ ചെയ്യുന്നത് എന്താണ്? ലാസ്റ്റ് ലൈക്ക് ഫ്രാക്ഷൻസ് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? അത് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ 3/4 minus 1/2. സോ 3/4 minus 1/2 എന്ന് പറയുന്നത് രണ്ട് ഫ്രാക്ഷൻസ് എന്ന് പറയുന്നത് എന്തൊരു ഫ്രാക്ഷനാണ്? അൺലൈക്ക് ഫ്രാക്ഷനാണ്. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു കൺവേർട്ട് അൺലൈക്ക് ഫ്രാക്ഷൻസ് ഇൻടു ലൈക്ക് ഫ്രാക്ഷൻസ്. ഹൗ വിൽ യു കൺവേർട്ട്? ഫസ്റ്റ് എന്ത് ചെയ്യുക? യൂസിങ് LCM യൂസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുക? രണ്ട് ഫ്രാക്ഷൻസിൻ്റെയും ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കുക. ഓക്കെ, സോ LCM ഓഫ് രണ്ട് ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റേഴ്സ് ആയ 4ഉം 2ഉം. ഓക്കെ, സോ LCM ഓഫ് 4 and 2 is equal to 4ൻ്റെയും 2ൻ്റെയും LCM നമ്മൾ ഫൈൻഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് 4. ഓക്കെ, സോ LCM നമുക്ക് 4 ആണ് കിട്ടിയത്. ദെൻ എന്ത് ചെയ്യുക? ഈ ഓരോ അൺലൈക്ക് ആയിട്ടുള്ള ഫ്രാക്ഷനെയും നമ്മൾ ഡിനോമിനേറ്റർ എന്താക്കണം? സെയിം ആക്കണം. ഡിനോമിനേറ്റർ സെയിം ആക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ആ LCMന് ഈക്വൽ ആക്കുക. ഓക്കെ, സോ 3/4 is equal to 3/4. ഇവിടെ എന്താണ് പ്രത്യേകത? ഇവിടെ 3/4 എന്ന് പറയുന്ന നമ്പർ ഫ്രാക്ഷൻ എന്താണ്? അതിൻ്റെ ഡിനോമിനേറ്റർ LCMന് ഈക്വൽ ആണ്. സോ നമ്മൾ അതൊന്നും ചെയ്യണ്ട. നെക്സ്റ്റ് ഫ്രാക്ഷൻ ഏതാണ്? 1/2. സോ 1/2ൽ 2ൻ്റെ ഡിനോമിനേറ്ററായ 2ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് LCMന് ഈക്വൽ ആവുന്നത്? LCM എത്രയാണ്? 4. സോ 4ന് എത്രയാണ് ഈക്വൽ ആവേണ്ടത്? സോ 2ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടും? 2 ഉണ്ട്. ഓക്കെ, സോ സെയിം ആ നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് 2/4. സോ ദ ഫ്രാക്ഷൻസ് ബിക്കം 3/4 മൈനസ് 2/4. ഓക്കെ, സോ ഈ 3/4ന് 1/2ഉം എന്തായി? 3/4 മൈനസ് 2/4 ആയി. ഓക്കെ, സോ ഇനി എന്താണ്? ഇതിൻ്റെ ഡിനോമിനേറ്റർ എന്തായി? സെയിം ആയി. സോ ഇത് ലൈക്ക് ഫ്രാക്ഷൻസ് ആയി. ഇനി എന്ത് ചെയ്യുക? ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് എഴുതുക. സോ 4 അതുപോലെ തന്നെ 3 - 2 is equal to 3 - 2 എന്ന് പറയുന്നത് എത്രയാണ്? 1. സോ 4 അതുപോലെ ഡിനോമിനേറ്റർ സെയിം തന്നെ ആയിരിക്കും. ഓക്കെ, സോ ദ ആൻസർ ഈസ് 1/4. സോ നമ്മൾ അഡിഷൻ ചെയ്തതുപോലെയാണ്. അഡിഷൻ്റെ കേസിൽ ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക? അഡിഷൻ വരുവാണെങ്കിൽ എന്ത് ചെയ്യുക? ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, ഇത് സബ്ട്രാക്ഷൻ ആണ്. ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക? ലാസ്റ്റ് നമ്മൾ ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് എഴുതുക. ഓക്കെ, സെക്കൻഡ് വൺ സോ സെക്കൻഡ് എന്താണ്? 3/10 മൈനസ് 3/5. സോ ഇതെന്താ? എന്തൊരു ഫ്രാക്ഷൻസ് ആണ്? അൺലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. സോ ഫസ്റ്റ് യു ഹാവ് ടു കൺവേർട്ട് അൺലൈക്ക് ഫ്രാക്ഷൻസ് ഇൻടു ലൈക്ക് ഫ്രാക്ഷൻസ്. ഫസ്റ്റ് നമ്മൾ അൺലൈക്ക് ഫ്രാക്ഷനെ ലൈക്ക് ഫ്രാക്ഷനിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. എങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്? യൂസിങ് LCM യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കുന്നത്. ഓക്കെ, സോ 7/10ൻ്റെ ഈക്വലൻറ്റ് ഫ്രാക്ഷൻസ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ LCM ഓഫ് 10 and 5. ഓക്കെ, 10ൻ്റെ 5ൻ്റെ LCM എത്രയാണ്? 10 തന്നെയാണ്. ഓക്കെ, ദെൻ 7/10 ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഡിനോമിനേറ്റർ ഓൾറെഡി എന്താണ്? LCMന് ഈക്വൽ ആണ്. സോ നമുക്ക് എങ്ങനെ തന്നെ എഴുതാം? 7/10. നെക്സ്റ്റ് ഏതാണ്? 3. സോ സെയിം നമ്പർ കൊണ്ട് തന്നെ ന്യൂമറേറ്ററിലും മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് 6/10. ഓക്കെ, സോ ദ ഫ്രാക്ഷൻസ് ബിക്കം 7/10 minus
6/10. So what is the answer? എന്താണ്? ലൈക്ക് ഫ്രാക്ഷൻസ് ആണ്. സോ ലൈക്ക് ഫ്രാക്ഷൻസ് ആയതുകൊണ്ട് ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും. ന്യൂമറേറ്റേഴ്സ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്ത് എഴുതുക. സോ 7 മൈനസ് 6 എന്ന് പറയുന്നത് എത്രയാണ്? 1 ആണ്. സോ ദ ആൻസർ ഈസ് 1/10. Is it clear? Third one, 25/3 minus 1/6. സോ ഇവിടെ എന്താണ്? ഒരു ഫ്രാക്ഷനും മറ്റേതെന്താണ്? ഒരു മിക്സഡ് ഫ്രാക്ഷനുമാണ്. സോ മിക്സഡ് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫസ്റ്റ് എന്ത് ചെയ്യുക? മിക്സഡ് ഫ്രാക്ഷനെ നമ്മളൊരു ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. ഓക്കെ, സോ 1/6 നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് കൺവേർട്ട് ചെയ്യുക. സോ ദ ക്വസ്റ്റ്യൻ ബിക്കം 25/3 മൈനസ്, സോ 1/6 നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7/6. സോ ഇതിപ്പോൾ എന്തായി? 2 ഫ്രാക്ഷനായി അല്ലേ? ഇനി ഈ ഫ്രാക്ഷനെ എന്ത് ചെയ്യുക? നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കുക. ഓക്കെ, അതിന് എന്താണ് യൂസ് ചെയ്യേണ്ടത്? LCM യൂസ് ചെയ്ത് ഡിനോമിനേറ്റർ നമ്മൾ സെയിം ആക്കുക. സോ LCM ഓഫ് 3 and 6 എത്രയാണ്? 3ൻ്റെയും 6ൻ്റെയും LCM എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുന്നത്? എത്ര കിട്ടും? 6 തന്നെ ആയിരിക്കും 3ൻ്റെയും 6ൻ്റെയും LCM എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? ഈ തന്നേക്കുന്ന ഓരോ ഫ്രാക്ഷനെ നമ്മൾ ഡിനോമിനേറ്റർ LCMന് ഈക്വൽ ആക്കുക. സോ 25/3 is equal to 25 by, so 3 എന്ന് പറയുന്ന നമ്പറിൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പം നമുക്ക് ഡിനോമിനേറ്റർ LCMന് ഈക്വൽ ആവും? 3ൻ്റെ കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുക. സോ സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിൽ മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് 50/6. ഓക്കെ, 50/6 ആണ് കിട്ടുന്നത്. ദെൻ എന്ത് ചെയ്യുക? നെക്സ്റ്റ് നമ്പർ ഏതാണ്? 7/6. സോ 7/6ൻ്റെ പ്രത്യേകത എന്താണ്? ഇത് ഓൾറെഡി എന്താണ്? അതിൻ്റെ ഡിനോമിനേറ്റർ LCMന് ഈക്വൽ ആണ്. സോ 7/6. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക? ദ ഫ്രാക്ഷൻസ് എന്താണ്? ലൈക്ക് ഫ്രാക്ഷൻസ് ഏതൊക്കെയാക്കി? അൺലൈക്ക് ഫ്രാക്ഷനായ 25/3യും 7/6നെയും നമ്മൾ കൺവേർട്ട് ചെയ്ത് ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കി. ഏതൊക്കെയാണ്? 50/6 മൈനസ് 7/6. ഓക്കെ, സോ ഇപ്പോൾ എന്തായി? ലൈക്ക് ഫ്രാക്ഷൻസ് ആയി. ഇനി എന്ത് ചെയ്യുക? ഈ ലൈക്ക് ഫ്രാക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുക? സബ്ട്രാക്ട് ചെയ്യുക. സോ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്? ലൈക്ക് ഫ്രാക്ഷൻ ആയതുകൊണ്ട് ഡിനോമിനേറ്റർ സെയിം ആയിരിക്കും, ന്യൂമറേറ്റേഴ്സ് മാത്രം നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. സോ വി ഗെറ്റ് 43/6. ഓക്കെ, ഇസ് ഇറ്റ് ക്ലിയർ? Fourth one, 4 5/9 minus 2 1/3. സോ ഇവിടെ എന്താണ് ചെയ്യേണ്ടത്? രണ്ടും എന്താണ്? മിക്സഡ് ഫ്രാക്ഷൻ ആണ് അല്ലേ? സോ നമുക്കറിയാം മിക്സഡ് ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? മിക്സഡ് ഫ്രാക്ഷൻസ് കൺവേർട്ടഡ് ഇൻറ്റു ഇംപ്രോപ്പർ ഫ്രാക്ഷൻ. ഓക്കെ, സോ 4 5/9 നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് 41/9. ദെൻ മൈനസ് 2 1/3 നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 7/3. ദെൻ എന്ത് ചെയ്യുക? ഇപ്പോൾ എന്തായി? ഫ്രാക്ഷനായി അല്ലേ? ഇംപ്രോപ്പർ ഫ്രാക്ഷനായി. സോ ഇതെന്ന് പറയുന്ന ഒരു അൺലൈക്ക് ഫ്രാക്ഷനാണ്. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കുക. അതിനെന്ത് ചെയ്യുക? LCM യൂസ് ചെയ്യുക. സോ LCM ഇസ് ഈക്വൽ ടു LCM ഓഫ് ദ ഫ്രാക്ഷൻ്റെ ഡിനോമിനേറ്റേഴ്സിൻ്റെ LCM ഫൈൻഡ് ചെയ്യുക. സോ വാട്ട് ഇസ് ദ LCM ഓഫ് 9 and 3? 9. സോ 9ൻ്റെയും 3ൻ്റെയും LCM എന്ന് പറയുന്നത് എത്രയാണ്? 9ൻ്റെയും 3ൻ്റെയും LCM 9 തന്നെയാണ്. ഓക്കെ, ദെൻ ഇതെന്താ ഒരു ഫ്രാക്ഷനാണ്? അൺലൈക്ക് ഫ്രാക്ഷനാണ്. ഇതിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് ലൈക്ക് ഫ്രാക്ഷൻ എങ്ങനെയാണെന്ന് ആക്കുന്നത്? ഈ രണ്ട് ഫ്രാക്ഷൻ്റെയും ഡിനോമിനേറ്ററിനെ നമ്മൾ LCMന് ഈക്വൽ ആക്കുന്നു. സോ 41/9 is equal to,
സോ 41/9 ഇസ് ഈക്വൽ ടു 41/9 തന്നെ ആയിരിക്കും. കാരണം എന്താ, ഡിനോമിനേറ്റർ എന്താണ്, ഈക്വൽ ആണ്. ഓക്കെ, ദെൻ 7/3. സോ 7/3യെ 3ൻ്റെ കൂടെ ഏത് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 9 വരുന്നത്, 3. സെയിം നമ്പർ കൊണ്ട് ന്യൂമറേറ്ററിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ വി ഗെറ്റ് 21/9. ഓക്കെ, ദെൻ എന്ത് ചെയ്യുക, ഈ രണ്ട് ഫ്രാക്ഷൻ എന്തായി, ലൈക്ക് ഫ്രാക്ഷൻസ് ആയി. ഇനി നമ്മൾ ഈ ഫ്രാക്ഷൻസ് തമ്മിൽ, ലൈക്ക് ഫ്രാക്ഷൻസ് തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് 41/9 മൈനസ് 21/9. സോ വി ഗെറ്റ് 41 minus 21/9. That is 20/9. Okay, is it clear? Next one. Let us try 6.2, page number 115. Okay, so then fifth one. A jar containing 2 3/4 a jar containing 4 3/4 liter of juice is emptied into 2 cans. One of the cans has 2 1/3 liter of juice. What quantity of juice does the other container have? സോ എന്താണ് ക്വസ്റ്റ്യൻ, നമ്മളൊരു ജാറിൽ നമ്മൾ 2 ക്യാനിലായിട്ടിരുന്ന ജ്യൂസ് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ഒരു ജാറിലാക്കിയിട്ട് 4 3/4 ലിറ്റർ ടോട്ടൽ ഉണ്ട്. ഓക്കെ, ആ ജ്യൂസിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ 4 3/4 ആണ്. 4 3/4 ലിറ്റർ ആണ്. ഓക്കെ, സോ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ജ്യൂസ് എന്ന് പറയുന്നത് 4 3/4 ലിറ്റർ ആണ്. ഓക്കെ, സോ അതിൽ 2 ക്യാനിലായിട്ടിരുന്നതാണ് നമ്മൾ ഒരു ജാറിലാക്കിയത്. ഓക്കെ, സോ ഒരു ക്യാനിനകത്ത് എത്ര ലിറ്റർ ഉണ്ടായിരുന്നു, 2 1/2 ലിറ്റർ ആണ്. ഓക്കെ, 2 1/2 ലിറ്റർ ആണ്. എങ്കിൽ അതർ ക്യാനിൽ എത്ര എന്തുണ്ടെന്നാണ് കണ്ടുപിടിക്കേണ്ടത്, എത്ര ക്വാണ്ടിറ്റിയിൽ നമ്മൾ ജ്യൂസ് ഉണ്ടായിരുന്നു എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, സോ ഫസ്റ്റ് ക്യാൻസിൽ എത്ര ഉണ്ടായിരുന്നു, 2 1/2 ലിറ്റർ ഉണ്ടായിരുന്നു. അതർ ക്യാനിൽ എത്രയുണ്ട്, അതാണ് നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ടോട്ടൽ എത്രയാണ്, 4 3/4. അതായത് 2 ക്യാനിനകത്തും ഉള്ളത് 4 3/4 ആണ്. അത് ഒരു ക്യാനിനകത്തുള്ളത് 2 1/2 ആണ്. എങ്കിൽ അതർ ക്യാനിനകത്തുള്ളത് നമ്മൾ ഫൈൻഡ് ചെയ്യുക. ഓക്കെ, സോ എങ്ങനെയാണ്, ടോട്ടൽ തന്നു കഴിഞ്ഞാൽ ഒരു ക്യാനിൻ്റെയും തന്നു കഴിഞ്ഞാൽ മറ്റേ ക്യാനിൽ എത്രയാണെന്ന് നമ്മൾ എങ്ങനെയാണ് ഫൈൻഡ് ചെയ്യുക, ഈ ടോട്ടലിൽ നിന്നും നമ്മൾ ഈ 1 ക്യാനിനകത്തുള്ള ലിറ്റർ നമ്മൾ എന്ത് ചെയ്യുക, സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, so total quantity 4 3/4 liter. Okay, then quantity of a juice one can have 2 1/2 liter. Okay, then other can have 4 3/4 minus 2 1/2. സോ 4 3/4ൽ നിന്ന് നമ്മൾ 2 1/2 നമ്മൾ സബ്ട്രാക്ട് ചെയ്യുക. സോ എങ്ങനെയാണ് സബ്ട്രാക്ട് ചെയ്യുന്നത്, ഓക്കെ, സോ ഫസ്റ്റ് എന്ത് ചെയ്യുക, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇതിനെ കൺവേർട്ട് ചെയ്ത് എന്താക്കുക, ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുക. എന്നിട്ട് LCM യൂസ് ചെയ്ത് അതിൻ്റെ ഡിനോമിനേറ്റർ സെയിം ആക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, ലാസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക. സോ 4 3/4 ബിക്കം എത്രയാവും, അതിനെ എന്താ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കുമ്പോഴത്തേന്
എത്രയാവും 90/4 ആവും. -2 1/2നെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷനായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം നമുക്ക് 5/2 ആയിരിക്കും. ദെൻ എന്ത് ചെയ്യുക, ഈ രണ്ട് അൺലൈക്ക് ഫ്രാക്ഷനിലെ നമ്മൾ ലൈക്ക് ഫ്രാക്ഷൻസ് ആക്കുക. LCM ഓഫ് 4 and 2 is equal to 4. ദെൻ ഫസ്റ്റ് എന്ത് ചെയ്യുക, 90/4 എന്ന് പറയുന്നത് 90/4 തന്നെ ആയിരിക്കും. കാരണം അതിൻ്റെ ഡിനോമിനേറ്റർ എന്താണ്, ഡിനോമിനേറ്റർ LCMന് ഈക്വൽ ആണ്. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യുക, 5/2നെ നമ്മൾ ഡിനോമിനേറ്റർ LCMന് ഈക്വൽ ആക്കുക. സോ 5/2 ഡിനോമിനേറ്ററിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഡിനോമിനേറ്റർ 4 ആവും. സോ വി ഗെറ്റ് 10/4. ദെൻ 19/4 മൈനസ് 10/4. ഇനി എന്ത് ചെയ്യുക, ഇതിൻ്റെ ന്യൂമറേറ്റേഴ്സിൽ തമ്മിൽ സബ്ട്രാക്ട് ചെയ്യുക. 19 - 10/4. സോ വി ഗെറ്റ് 9/4. സോ 9/4നെ നമ്മൾ മിക്സ്ഡ് ഫ്രാക്ഷൻ ആക്കുമ്പോൾ വി ഗെറ്റ് 2 1/4 liter. Is it clear? So I hope all of you understand the subtraction of unlike fractions. Okay, so let's wind up the class. Assalamu alaikum.